BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. Desire Colorical Bazaar near Private Bus Stand, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal The Complete Family Shopping near Private Bus Stand, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC ചോദ്യപേപ്പർ ചോർന്നതിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെള്ളിയാഴ്ച സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കും. ഇതോടനുബന്ധിച്ച് തൊടുപുഴയിൽ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കരിമണ്ണൂർ ഓർഗാനിക് ഫാമേഴ്സ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയ കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി. സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത 100 സർക്കാർ സ്കൂളുകൾക്ക് UAE സൗജന്യമായി നൽകുന്ന കമ്പ്യൂട്ടറുകളുടെ വിതരണം തൊടുപുഴ ഗവൺമെന്റ് VHSൽ നടന്നു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുകയും ഹയർ സെക്കൻഡറി പരീക്ഷ അട്ടിമറിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മുൻ DCC പ്രസിഡന്റ് റോയിക്ക് പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ആ സംഘടനയുടെ ഉത്തരവാദിത്വത്തിലാണ് കേരളത്തിൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ജോലി നമ്മുടെ നാട്ടിൽ നടന്നത്. ആ ജോലി നടന്നപ്പോഴാണ് ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. ചോദ്യത മാത്രമല്ല, ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയ പരീക്ഷയുടെ 13 ചോദ്യങ്ങൾ അതേപടി പബ്ലിക് എക്സാമിനേഷൻ വരുന്നു. ആ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ഈ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ചുമതലപ്പെടുത്തിയ അധ്യാപകരും ആ സംഘടനയ്ക്കും വളരെ വലിയ ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. അറിയാതെ അപ്രതീക്ഷിതമായിട്ട് വന്നതല്ല എന്നുള്ളതിന് നിരവധിയായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ചോദ്യാവലിയിൽ നിന്ന് പബ്ലിക്
പ്രവേശനമായിരിക്കും. പക്ഷേ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം ഇട്ട മോഡൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യാവലിയിൽ നിന്ന് 13 ചോദ്യങ്ങൾ അതേപടി പുള്ളി വ്യത്യാസമില്ലാതെ ആവർത്തിക്കാൻ ഒരു ചോദ്യകർത്താവ് തയ്യാറായിരിക്കുന്നു. ആ ചോദ്യകർത്താവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും അദ്ദേഹവും ഈ അധ്യാപക സംഘടനയും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഈ സ്വകാര്യ സ്ഥാപനവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കും. KSU ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് അധ്യക്ഷത വഹിച്ചു. ജോൺ നെടിയബാല, ജിയോ മാത്യു, NN ബെന്നി, ചാർലി ആന്റണി, ജാഫർ ഖാൻ മുഹമ്മദ്, TJ പീറ്റർ, നിയാസ് കൂരപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. KSU നേതാക്കളായ സിബി ജോസഫ്, ഫ്രാൻസിസ് ദേവസ്യ, ജെയ്സൺ മാത്യു, സന്തോഷ് M ബാലൻ, അനിൽ കനകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെ സന്നദ്ധരായ ചുണക്കുട്ടന്മാർ നേതൃത്വം കൊടുക്കുന്ന ആവേശനിർഭരമായ DDO മാർച്ച് സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കും. ഇതോടനുബന്ധിച്ച് തൊടുപുഴയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. വാഹന പണിമുടക്കം വിജയിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രകടനം ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയും തുടർന്ന് നടന്ന യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കൾ പ്രസംഗിച്ചു. സ്വകാര്യ ബസുകൾ ഉൾപ്പെടെ ടാക്സി വാഹനങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കും. BMS യൂണിയൻ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. KSRTC ബസുകൾ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കോലാനിയിൽ CPM പ്രവർത്തകരുടെ നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. മാനാന്തടം പാറയിൽ നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. BJP RSS ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി RSSന്റെയും സംഘപരിവാറിന്റെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ബ്രാഹ്മണാധിപത്യ വ്യവസ്ഥ നടപ്പാക്കുവാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ ധാരണ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളായ ആളുകളുടെ ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ ആകെ താല്പര്യം സംരക്ഷിക്കാൻ RSSന്റെ പ്രത്യയശാസ്ത്രം ഒരു സന്ദർഭത്തിൽ പറയുന്നു. 1926 നാഗ്പൂരിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് RSSന്റെ രൂപീകരണം കൊടുത്തുകൊണ്ട് RSSന്റെ സ്ഥാപക നേതാവായിരുന്ന LK പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് തങ്ങൾ ഉയർത്തുന്ന സവർണാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു രാജ്യമുണ്ടാക്കണം, ബ്രാഹ്മണാധിപത്യ വ്യവസ്ഥ ഉണ്ടാക്കണം, ലോകത്തൊടക്കമില്ലാത്ത. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായി, തൊടുപുഴ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ, കോലാനി CPM ലോക്കൽ സെക്രട്ടറി R പ്രശോഫ് എന്നിവർ പ്രസംഗിച്ചു. ഏത് കൊടുങ്ക്രിമിനലുകൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ജീവിക്കുവാൻ തടവെടുക്കുന്ന RSS BJP നിലപാട് തിരിച്ചറിയണമെന്നും സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും CPIM കോലാനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനം മാനാന്തരം മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി മദ്യപാന സംഘങ്ങളും ക്രിമിനൽ സംഘങ്ങളും RSS BJP തടവിൽ വിവരിക്കുമ്പോൾ ഏത് കൊടുങ്ക്രിമിനലുകൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ജീവിക്കുവാൻ തടം നിൽക്കുന്ന RSS BJP നിലപാട് തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം കോലാനി മാനാന്തടം പാറയിലുണ്ടായ ആക്രമണങ്ങളിൽ BJPക്കോ പരിവാര സംഘടനകൾക്കോ യാതൊരു പങ്കുമില്ലെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അയൽവക്കങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ വലുതാക്കി CPM വില കുറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും കോലാനി പാറക്കടവ് മേഖലകളിൽ BJPയുടെ വളർച്ച കണ്ടുവരേണ്ട CPMന്റെ ഗൂഢനീക്കങ്ങൾ എല്ലാ ജനങ്ങളും തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. BJPയുടെയും പരിവാര സംഘടനകളുടെയും കൊടിയും മറ്റും നശിപ്പിച്ചവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയ കരിമുണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി.
ബോക്സിംഗ്, വടംവലി, ടെന്നിക്കറ്റ് താരങ്ങൾക്കാണ് സ്വീകരണം നൽകിയത്. സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂൾ അധികൃതരെയും വിജയികളായ കുട്ടികളെയും അഭിനന്ദിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. പഠനത്തോടൊപ്പം മറ്റ് കഴിവുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിൽ നമുക്ക് പ്രശോഭിക്കാൻ കഴിയണം. ആ നിലയ്ക്ക് കുട്ടികളുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഈ വിദ്യാഭ്യാസ പരിപാടിയിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്ന ഈ സ്കൂളിലെ മാനേജ്മെൻറ്റ്, വിജയനാഥൻ ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഓരോ കുട്ടിയെയും, വിജയികളായി വന്ന ഓരോ കുട്ടിയെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. PTA പ്രസിഡന്റ് രാജേഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. ബോക്സിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റോജർ ജോൺ പുളിമൂട്ടിൽ, ഫെൻസിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MS പവനൻ, സ്കൂൾ മാനേജർ MP വിജയനാഥൻ, സ്കൂൾ പ്രിൻസിപ്പൽ PJ ജെയിംസ്, ടെന്നിക്കറ്റ് ജില്ലാ പ്രസിഡന്റ് ക്ലെമൻ ഇമാനുവൽ, ബോക്സിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബേബി എബ്രഹാം, പഞ്ചായത്ത് പ്രസിഡന്റ് സിബി കുഴിക്കാട്ട്, MPTA ചെയർപേഴ്സൺ MK ഷീബ, KB മുഹമ്മദ് ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. ആര്യ സുധാകരൻ, മാഗിൻ സലാഫുദ്ദീൻ, ജസ്റ്റിൻ ബിനോയ്, അതുൽ ഷാജി, ജോസുകുട്ടി ജോസഫ്, നവാസ്, അലൻ വർഗീസ് രാജു, ഈ കുട്ടികളോടൊപ്പം തന്നെ ടെന്നിക്കോയിറ്റിലും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ അനുമോദന യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷക്കാലമായി സബ് ജൂനിയർ ബോക്സിംഗ് അമച്ചർ ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കിയെ ഓവറോൾ കിരീടം നേടിക്കൊടുത്ത് ചുണക്കുട്ടികളാണ് കരുവണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിലെ നമ്മുടെ കുട്ടികൾ. നമുക്കറിയാം, കേരളമെമ്പാടും 1200ഓളം CBSE സ്കൂളുകളിൽ ഒന്നാമതെത്തിയത് ഈ സ്കൂളാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യവും കേരളത്തിലെ സായി പോലുള്ള സ്പോർട്സ് സ്കൂളുകളെ ഇടിച്ചു മലർത്തി തന്നെയാണ് ബോക്സിംഗിൽ സബ് ജൂനിയറും ജൂനിയർ വിഭാഗങ്ങളിൽ ഓവറോൾ കിരീടവും റണ്ണേഴ്സ് അപ്പും നമ്മുടെ കുട്ടികൾ നേടിയത്. തെരഞ്ഞെടുത്ത 100 സർക്കാർ സ്കൂളുകൾക്ക് UAE എക്സ്ചേഞ്ച് സൗജന്യമായി നൽകുന്ന കമ്പ്യൂട്ടറുകളുടെ വിതരണം തൊടുപുഴ ഗവൺമെന്റ് VHSൽ നടന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ VHSന് അനുവദിച്ച 2 കമ്പ്യൂട്ടറുകളുടെയും 1 പ്രൊജക്ടറിന്റെയും കൈമാറ്റം UAE എക്സ്ചേഞ്ച് തൊടുപുഴ ബ്രാഞ്ച് മാനേജർ എൽദോ ഉദ്പാൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സമൂഹത്തിന് സഹായിക്കുക, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഏറ്റവും മികച്ച ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ള ഒരു കൈത്താങ്ങലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഈ സ്കൂളിന് 2 കമ്പ്യൂട്ടറും 1 പ്രൊജക്ടറുമാണ് UAE എക്സ്ചേഞ്ച് അനുവദിച്ചിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VS സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രിൻസിപ്പൽ ഷൈജു തോമസ് സ്വാഗതവും മുനിസിപ്പൽ കൌൺസിലർ PA ഷാഹുൽ ഹമീദ് ആശംസാ പ്രസംഗവും സംഘടനാ സെക്രട്ടറി അഡ്വക്കേറ്റ് EA റഹീം നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 24-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘം നടത്തിയിട്ടാണ് വേദനാദായകമായ ചിന്തയിൽ നിന്ന് ഞാൻ സംഘം വിളിച്ചു കൂട്ടി. ആവശ്യമാണ് ആദ്യമായി പറഞ്ഞത്, നിങ്ങൾ എന്റെ കമ്പ്യൂട്ടർ ലാബിൽ ഒന്ന് നോക്കുക. സത്യമാണ്, പരിതാപകരമായി അവിടെ ഒരു പുതിയ കമ്പ്യൂട്ടർ ഇല്ല. അതെന്റെ മനസ്സിൽ കുറിച്ചിട്ടു. ഞാൻ ഈ യോഗത്തിന്റെ ക്ലിപ്പിങ്ങും ഇതിന്റെ ഫോട്ടോയും വാർത്ത സഹിതം കാളിയാർ
ചാലിയാർ ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോടിക്കുളം പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജനമൈത്രി പോലീസ് പദ്ധതി ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ ചാലിൽ CV കുര്യന്റെ വസതിയിൽ വെച്ച് തൊടുപുഴ DYSP NN പ്രസാദ് നിർവഹിച്ചു. ചടങ്ങിൽ കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി, വൈസ് പ്രസിഡന്റ് ജോസ് മാഞ്ചേരി, കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അഗസ്റ്റിൻ മാത്യു, സബ് ഇൻസ്പെക്ടർ VC വിഷ്ണുകുമാർ, ജനമൈത്രി CRO KP ഉസ്മായിൽ എന്നിവർ പങ്കെടുത്തു. കരിമണ്ണൂർ ഓർഗാനിക് ഫാമേഴ്സ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജോസ് മാരാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഓർഗാനിക് അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള കൃഷിക്ക് വലിയ പ്രചാരം സിദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. പ്രധാനമായിട്ടും നമ്മളെ ഇതിന് പ്രേരിപ്പിച്ചത് ഈ കീടനാശിനികൾ അടിച്ച, അത് വളരെ വൻതോതിൽ കീടനാശിനികൾ പ്രയോഗം നടത്തിയ പച്ചക്കറികൾ അയൽ സംസ്ഥാനങ്ങളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു, ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ജൈവ രീതി നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ വാഴക്കുളത്ത് മഞ്ഞളൂർ പഞ്ചായത്തിൽ വിളവെടുപ്പുണ്ടായിരുന്നു. ആ ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള സ്ഥലം ഒരു ഉടമ വിട്ടുകൊടുത്തു. അപ്പോൾ പഞ്ചായത്തെല്ലാം മുൻകൈയെടുത്തോടെ കൃഷി നടത്തി. ഇവിടെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ സന്ദേശം എല്ലായിടത്തും എത്തിക്കാൻ സഹായകരമാകുന്നതിൽ സംശയമില്ല. ഈ നവജ്യോതി ഓർഗാനിക് ഫാർമേഴ്സ് സൊസൈറ്റി നല്ല നിലയിൽ പ്രവർത്തിച്ച് കൃഷിക്കാർക്ക് ഈ ജൈവ രീതി അവലംബിക്കുവാൻ പ്രേരണയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തോടുകൂടി സൊസൈറ്റി വെള്ളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് തങ്കപ്പൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗൌരി സുകുമാരൻ, ബേസിൽ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C ദേവസ്യ, ശിവൻകുട്ടി, കൃഷി ഓഫീസർ PI റഷീദ, നവജ്യോതി കലാസാഹിത്യവേദി സെക്രട്ടറി N ശൈലേഷ്, NOFS വൈസ് പ്രസിഡന്റ് PM ജോർജ്, ട്രഷറർ സിബി ചൊള്ളാമടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തൊടുപുഴ നഗരസഭ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ ടൗണിന്റെ വിവിധ ഭാഗങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനായി ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. 40 വർഷത്തോളമായി ചിത്രരചന രംഗത്തുള്ള തോംസൺ ആർട്സ് ആണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഔസേപ്പച്ചൻ, രവി എന്നിവരാണ് ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാർ. പിന്നെ എല്ലാ കൊമേഴ്സ് വർക്കെല്ലാം നിങ്ങൾ ഫ്ലെക്സൽ വർക്ക് വലുതാകുക ഇലക്ഷൻ വരുമ്പോൾ ചിലത് ഞങ്ങൾക്കിത് അളവിനാണ് അപ്പോൾ റേറ്റും കാര്യങ്ങളും പറഞ്ഞു ഇപ്പോഴത്തേക്കാണ് സബ്ബായിട്ട് വളരെ കഷ്ടമല്ല. അതുപോലെ വളരെ യാദൃശ്യമായിട്ടല്ല ഇങ്ങനത്തെ വർക്കുകൾ വന്നാൽ കുഴപ്പമില്ല. വെളിയിലേക്കാൾ അങ്ങനെ വന്നാലും വളരെ മോശം. അതുകൊണ്ട് വരകാനൊക്കെ നല്ല അവസ്ഥയിൽ മറ്റു മേഖലയിൽ ദീനദയ സേവാ ട്രസ്റ്റും തൊടുപുഴ ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 9-ന് തൊടുപുഴ മൗര്യ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ നയിക്കും. ജില്ലാ പോലീസ് മേധാവി KP വേണുഗോപാൽ IPS ഉദ്ഘാടനം നിർവഹിക്കും. ദീനദയ സേവാ ട്രസ്റ്റ് ചെയർമാൻ PNS പിള്ള അധ്യക്ഷത വഹിക്കും. സീമ ജാഗരൺ മഞ്ച് ദേശീയ സംയോജകൻ A ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ PG ഹരിദാസ്, KP വേണുഗോപാലൻ, S പത്മഭൂഷൺ, KP ജഗദീഷ് ചന്ദ്ര എന്നിവർ പങ്കെടുത്തു. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ് പ്രോഗ്രാമും നടത്തുന്നതാണ്. സ്ക്രീനിംഗ് പ്രോഗ്രാം എന്നാൽ സ്ത്രീകളുടെ ഇടയ്ക്ക് ലഘുലേഖ ഒരു ഫോം വിതരണം ചെയ്തിട്ട് അവരിൽ നിന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ കണ്ടെത്തി മാമോഗ്രാം പോലെയുള്ള ചികിത്സയ്ക്ക് ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി.
മാമോഗ്രാം ടെസ്റ്റും വിദഗ്ധ ചികിത്സയും ആവശ്യമായി വരുന്നവർക്ക് അത് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ഈ ചികിത്സയും ഡോക്ടർ VP ഗംഗാധരന്റെ നേതൃത്വത്തിലായിരിക്കും നടത്തുന്നത്. രാവിലെ 7 മുതൽ യു ടേക്ക് കെയർ മെഡിക്കൽ ലാബിന്റെ സഹകരണത്തോടെ വിവിധ മെഡിക്കൽ ടെസ്റ്റുകൾ സൗജന്യ നിരക്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. ജനമൈത്രി പോലീസും ഉടുമ്പന്നൂർ ഗുരുദർശന കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ നടക്കും. ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനും എറണാകുളം റിനൈൻ മെഡിസിറ്റി ഹോസ്പിറ്റലിലെയും പന്തളം CM ഹോസ്പിറ്റലിലെയും സീനിയർ ഓങ്കോളജിസ്റ്റും കേരള ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ഡോക്ടർ തോമസ് വർഗീസ് ക്ലാസ് എടുക്കും. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സജീവ് അധ്യക്ഷത വഹിക്കും. തൊടുപുഴ DYSP NN പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. ഉടുമ്പന്നൂർ റോസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബോധവൽക്കരണ സെമിനാർ. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി അശ്വതി മധു, പ്രസിഡന്റ് ബിനു രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് വസുമതി സുകുമാരൻ, സെക്രട്ടറി ജിനോ വേണു, ജോയിന്റ് സെക്രട്ടറി ശ്രീലാൽ എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ 2 പേര് ക്യാൻസർ ബാധിച്ചു. ഇതിനെക്കുറിച്ചൊരു അവബോധം കുടുംബ പഞ്ചായത്തിലും അതിലൊക്കെ ജില്ലയും ജനിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ ജില്ലാ തലത്തിൽ തന്നെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് റിനൈൻ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് വർഗീസ് ആണ്. പിന്നെ ജില്ലാതലത്തിലെ ഉദ്ഘാടനം 1-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുഖ്യ പ്രഭാഷണം നടത്തുന്നത് തൊടുപുഴ DYSP പ്രസാദാണ്. തൊടുപുഴ ന്യൂമാ കോളേജിലെ NSSനെയും കരിമണ്ണൂര് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ SPCയെയും ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഒരു ബോധവൽക്കരണ സെമിനാറിൽ ഉപരിയായി ഒരു തുടർ പ്രോഗ്രാമായി നടത്താനാണ് ഞങ്ങൾ ചെറിയ ഒരു സംഘടനയാണ് തീരുമാനിച്ചത്. ന്യൂമാ കോളേജിലെ NSS സ്റ്റുഡൻസ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 5 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സർവേയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന രേഖകളനുസരിച്ച് ഒരു ക്യാൻസർ മെഡിക്കൽ ക്യാമ്പ്, ആ ക്യാൻസർ മെഡിക്കൽ ക്യാമ്പിൽ രോഗികളായിട്ടുള്ളവർക്ക് സൗജന്യ നിരക്കിൽ ചികിത്സ നൽകാൻ വരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തിയിട്ടുള്ളത്. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 1 ശനിയാഴ്ച തൊടുപുഴയിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. രാവിലെ 11 തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ജില്ലാ മാർച്ചിന് ശേഷം സിവിൽ സ്റ്റേഷൻ പടിക്കൽ ധർണ നടത്തും. മാർച്ചും ധർണയും എൽദോ എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. AKSTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി N ശ്രീകുമാർ, AITUC ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം D ബിനിൽ, KGOF ജില്ലാ സെക്രട്ടറി ബെന്നി തോമസ് എന്നിവർ പ്രസംഗിക്കും. വെങ്ങല്ലൂർ നടയിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കുംഭംകുടം താലപ്പൊൽ നിറ താലപ്പൊലി ഘോഷയാത്രയും എതിരേൽപ്പ് മഹോത്സവവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
തട്ടുകുഴ കൊല്ലപ്പുഴ ദേവീക്ഷേത്രത്തിൽ മീനപ്പൂർ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആദ്യ ദിനമായ വ്യാഴാഴ്ച തട്ടുകുഴ കാഞ്ഞിരത്തിങ്കൽ ദിനു ദിവാകരൻ സപ്താഹ പൂജ സമർപ്പണം നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ധാരാളം സംഭവ വികാസങ്ങളെയും ഒരു മനുഷ്യ ജീവിതത്തിന് അഭികാമ്യമായ ധാരാളം വിഷയങ്ങളെ കുറിച്ച് ഒരു മനുഷ്യ ജീവിതത്തിൽ ജീവിതം വ്യക്തമാക്കേണ്ടതായ ധാരാളം സംഭവ വികാസങ്ങളെയും നിലപാടുകളെയും അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചുമൊക്കെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയായ ഒരു മനുഷ്യൻ ആർജിക്കേണ്ടതായ നിലപാടുകളെയും സമീപനങ്ങളെയും കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ ആർജിക്കേണ്ടതായ എല്ലാ വിഷയങ്ങളെ കുറിച്ച് വളരെ ഗഹനമായി പ്രതിപാദിക്കുകയും വളരെയേറെ വ്യക്തതയോടുകൂടി അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ് ഈ സപ്താഹത്തിലൂടെ നമുക്ക് കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു ചെറിയ താല്പര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ തൊട്ട് ചേർന്നുള്ള ഒരു ദേവീക്ഷേത്രം ഈ നാടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനിയും നടക്കേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ള സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു അവസരം കൂടിയായി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും മാറുമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. കഴിയാവുന്ന സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്, ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷന്റെയും ഫുട്ബോൾ പ്ലേയേഴ്സ് അസോസിയേഷൻ ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മർ ഫുട്ബോൾ പരിശീലന ക്യാമ്പിലേക്ക് കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 1 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് മുതലക്കുടം സെന്റ് ജോർജ് ഗ്രൗണ്ടിൽ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഫോട്ടോയുമായി എത്തിച്ചേരണമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ സലിംകുട്ടി അറിയിച്ചു. 5 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ട്രയൽസിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8137874881 9495808481 9020435253 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തിവരുന്ന അവധിക്കാല നീന്തൽ പരിശീലനത്തിന്റെ 2ാമത്തെ ബാച്ച് ഏപ്രിൽ 1 ശനിയാഴ്ച മുതൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9422223674 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നോമ്പ് കാലത്തിലൂടെ BBC-യുടെ കാൽവരിയുടെ സന്ദേശമാണ് ഇനി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു സായാഹ്നം നാടോടിയായ ഒരു ചെറുപ്പക്കാരൻ മദ്യത്തിന്റെ ലഹരിയിൽ തന്റെ അമ്മയെ റെയിൽവേ ട്രാക്കിലിട്ട് തല്ലുന്ന ചിത്രം. നാട്ടുകാർ ഓടിക്കൂടി. ആരോ പറഞ്ഞതനുസരിച്ച് പോലീസും രംഗത്തെത്തി. പോലീസുകാരൻ ഈ യുവാവിനെ പൊതിരെ അങ്ങോട്ട് തല്ലി. മൂക്കിലും വായിലും ചോര ഒലിക്കുന്നു. മകന്റെ താടനമേറ്റ് പിടഞ്ഞു വീണ അമ്മ ഇടയ്ക്കെപ്പോഴോ ഒന്ന് തലപൊക്കി നോക്കിയപ്പോ തന്റെ മകനെ പോലീസുകാർ തല്ലുന്നു. ഇഴഞ്ഞിഴഞ്ഞ് നീന്തി ആ അമ്മ
പോലീസുകാരന്റെ കാലിൽ പിടിച്ചു. അയാളോട് ഈ അമ്മ പറഞ്ഞു, അവനെ തല്ലല്ലേ സാറേ, അവൻ എന്റെ മോന. അവനെ തല്ലല്ലേ സാറേ, അവൻ എന്റെ മോന. സ്നേഹമുള്ളവരെ, ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലിനപ്പുറത്ത് മറ്റുള്ളവരെ മാറോട് ചേർക്കേണ്ട ഉത്തരവാദിത്വവും എന്റേതാണ് എന്ന ചിന്ത, ഹൃദയത്തില് നന്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട്, ഹൃദയത്തില് കരുണയുടെ ഭാവം ചേർത്തു പിടിച്ചുകൊണ്ട്, മാതൃത്വത്തിന്റെ നന്മ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. എന്റെ ജീവിതത്തില് നസ്രായൻ പഠിപ്പിച്ച സ്നേഹം ഈ കരുണാർദ്ര സ്നേഹമാണ്. വേദനിക്കുന്നവനെ ചേർത്തു പിടിക്കുന്ന, അവന്റെ കണ്ണീരൊപ്പുന്ന സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുക. എന്റെ ജീവിതം കണ്ട്, എന്റെ സ്നേഹത്തിന്റെ ഉദാത്ത ഭാവം കണ്ട് മറ്റുള്ളവര് തമ്പുരാനിലേക്ക് അടുക്കണം. ചരമ വാർത്തകൾ. തൊടുപുഴ കോലാനി പുത്തൻമടത്തിൽ പരേതനായ പി പി ഭാസ്കരൻ കടത്തയുടെ ഭാര്യ വി ആർ രശ്മിക്കുട്ടിയമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. പരേത മണക്കാട് വെള്ളൂർക്കോട്ട് കുടുംബാംഗമാണ്. മക്കൾ ശൈലജ, ഉമാദേവി കർത്ത, ശ്രീദേവി കർത്ത, ഉണ്ണികൃഷ്ണൻ കർത്ത. മരുമക്കൾ പരേതനായ രമേശ്, ജയഗോപാൽ, ഓവൂർ ആശാൻ, രവീന്ദ്രൻ നായർ, നിഷ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2725 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 147 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 140 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC ചോദ്യപേപ്പർ ചോർന്നതിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെള്ളിയാഴ്ച സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കും. ഇതോടനുബന്ധിച്ച് തൊടുപുഴയിൽ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കരിമണ്ണൂർ ഓർഗാനിക് ഫാമേഴ്സ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയ കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി. സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത 100 സർക്കാർ സ്കൂളുകൾക്ക് UAE എക്സ്ചേഞ്ച് സൗജന്യമായി നൽകുന്ന കമ്പ്യൂട്ടറുകളുടെ വിതരണം തൊടുപുഴ ഗവൺമെന്റ് VHSൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.